കെയർ റുട്ടീൻ അച്ഛൻ ഇന്ന് ചെയ്തെടുക്കാനുള്ള കാര്യമാണ്. അത് നമുക്ക് വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ വൈപ്പ് സെഷൻ തുടക്കാണ്. അച്ഛൻ്റെ സ്കിൻ പൊതുവേ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് വൈപ്പ് സെഷിട്ട് തുടക്കാണ് കേട്ടോ. അപ്പോൾ ഡേർട്ടൊക്കെ പോലുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇനി പക്ഷേ മുഖം പോയി കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇത് കുറച്ച് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സർക്കിൾ മോഷനിൽ ഇങ്ങനെ ചെയ്യണം. ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സും ആണ്. അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ ചെയ്യുമ്പോൾ ഒന്ന് ഡാബ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാണ്ട് ഉരച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇത് മാമാ എർത്തിൻ്റെ ഫേസ് സിറമാണ് കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സിറാണ്, ചെറുതായിട്ട് കാണുള്ളൂ, ട്രാൻസ്പെറൻറ്റ് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഫേസ് ലോഷനാണ്. ലാക്ടോകലാം എന്നാണ് പേര്. ഇത് ഓയിലി സ്കിൻകാർക്ക് മാത്രമാണ് കേട്ടോ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഉള്ളത്. വീഡിയോയിൽ എനിക്കൂടെ വൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഡോട്ട് ആയിട്ടാണ് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാറ്. നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒലയുടെ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് നാച്ചുറൽ ഗ്ലോയിങ് ക്രീമാണ് കേട്ടോ. അത് നമുക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ നേരത്തെ ഫേസ് ക്രീം അപ്ലൈ ഫേസ് ലോഷൻ ഫേസ് സിറം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇതെന്നല്ല, ബാക്കിയുള്ള ഏത് ക്രീമാണെങ്കിലും അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ഗ്ലോ വന്നിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റിൽ പറയാം.